അന്ന് സാറിനടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ല എന്റെ പപ്പാക്ക് വയ്യാത്തേ ആണോ. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നത് തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. ഈ ശബ്ദമാണ് ഇന്ന് കേരളത്തിന്റെ ചങ്ക് തകർക്കുന്നത്. പോലീസിന്റെ നരനായാട്ടിൽ തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട മകളുടെ കരച്ചിലാണിത്. തന്റെ അച്ഛനെ തല്ലിച്ചതച്ച പോലീസിനെ തന്നെ വിളിച്ചാണ് അവൾ പപ്പ പോയി സാറേ എന്ന് ഏങ്ങലടിച്ച് പറയുന്നത്. ഈ കണ്ണീരിന് എന്ത് മറുപടിയാണ് പോലീസിനും അധികാരികൾക്കും നൽകാനുള്ളത്? അയൽവാസിയായ ആൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിലാണ് കുണ്ടറ പോലീസ് സിയാദിനെ പിടിച്ചുകൊണ്ടുപോയത്. അപസ്മാരത്തിനുള്ള മരുന്ന് കഴിച്ച് ഉറങ്ങുകയാണെന്ന് ഭാര്യയും മകളും കരഞ്ഞു പറഞ്ഞിട്ടും അതെല്ലാം തള്ളിക്കളഞ്ഞാണ് സിയാദിനെ വലിച്ചഴച്ചു കൊണ്ടുപോയത്. ഒടുവിൽ കാണാതായ കുട്ടി വീട്ടിൽ തിരിച്ചെത്തി. സഹോദരിയുമായി വഴക്കുണ്ടാക്കി മാറി നിൽക്കുകയായിരുന്നുവെന്ന് പറഞ്ഞപ്പോഴാണ് പോലീസിന് വെളിച്ചം വീണത്. എന്നിട്ട് സിയാദിനെ പറഞ്ഞുവിട്ടു. ഒടുവിൽ എല്ലാ വേദനകളും ഏറ്റുവാങ്ങി സിയാദ് മരണപ്പെട്ടു. ഒരു കുടുംബത്തിനെ അനാഥമാക്കി, കണ്ണീര് കുടിപ്പിച്ചു. ഒന്ന് ചോദിച്ചോട്ടെ, ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ നേടിയത്? നിങ്ങൾ ഓർക്കുന്നുവോ തങ്കമണി സംഭവവും, മുത്തങ്ങ, മാറാട്, പൂന്തുറ, കിള്ളി, തലശ്ശേരിയിൽ ഉൾപ്പെടെ നടന്ന കലാപങ്ങൾ? ഇതെല്ലാം UDF കേരളത്തിന് ഏൽപ്പിച്ച മായാത്ത ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകളാണ്. അതിലേക്കാണ് സിയാദിന്റെ പേരുകൂടി എഴുതി ചേർക്കപ്പെട്ടത്. വീണ്ടും തങ്കമണി, മുത്തങ്ങ പോലെയുള്ള ഭയപ്പെടുത്തുന്ന ഓർമ്മകളിലേക്ക് ഈ ചുരുങ്ങിയ 2 മാസക്കാലം കൊണ്ട് എത്തിയെന്ന് പറയുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉദയകുമാർ ഉരുട്ടിക്കൊല, കോന്നി ജോ സെബാസ്റ്റ്യൻ കൊലപാതകങ്ങൾ കണ്ണിലൂടെ മിന്നിമായുന്നു. മുത്തശ്ശിക്കൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തിയ 15 വയസ്സുകാരന്റെ മുഖത്തടിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് പരാതി നൽകാനെത്തിയ 79കാരിയെ പോലീസ് പിടിച്ചു വലിച്ച് ജീപ്പിലേക്ക് തള്ളിയിട്ടു. മുഖമടിച്ചാണ് ആ പ്രായമായ സ്ത്രീ വീണത്. അപകടത്തിൽ രക്തം വാർന്നു കിടന്ന ആദിവാസി ബാലനെ ആശുപത്രിയിൽ എത്തിക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ടു. തിരിഞ്ഞുപോലും നോക്കാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത. കോന്നി കൂടൽ പോലീസ് സ്റ്റേഷനിൽ 13കാരിയുടെ വ്യാജ പരാതിയിൽ കൃത്യമായ അന്വേഷണം പോലും ഇല്ലാതെ ചാടിയിറങ്ങി ഹൃദ്രോഗിയായ 20കാരനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. പാലിയേത്തുകാവ് കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായി ജനങ്ങളെ തല്ലിച്ചതച്ചു. സ്ത്രീ, കുട്ടികൾ വ്യത്യാസമില്ലാതെയായിരുന്നു ആ നരനായാട്ട്. UDF അധികാരമേറ്റ് ഒരാഴ്ച തികയും മുമ്പേ ആയിരുന്നു ഈ ക്രൂരത. ഒടുവിൽ കുണ്ടറയിലെ സിയാദിന്റെ കസ്റ്റഡി മർദ്ദനത്തിലെ മരണവും. ലിസ്റ്റ് എടുത്താൽ ഇനിയുമുണ്ട്. ഇനി കേരളത്തിന്റെ മൊത്തം ക്രമസമാധാന നില കൂടി പരിശോധനയ്ക്ക് എടുത്താൽ, വെമ്പായത്ത് ബാറിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഈ അക്രമ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 2 പേർക്കാണ്. പട്ടാപകലാണ് നടു റോഡിലിട്ട് സ്ത്രീയുടെ കൈ വെട്ടിമാറ്റിയത്. നടു റോഡിൽ മദ്യപിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിച്ച പോലീസുകാരെ പിടികൂടി. എന്നിട്ട് പിടികൂടിയ നാട്ടുകാരെ വേട്ടയാടാൻ ശ്രമം. ഇതൊന്നും പോരാതെ പോലീസ് സ്റ്റേഷനുള്ളിൽ തന്നെ പരസ്യമായ മദ്യപാനവും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ആലപ്പുഴ ഹരിപ്പാട്ട് ശ്രീവത്സം സിൽക്സ് എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മുന്നിലെ പെട്ടിക്കട ഗുണ്ടകൾ ഉപയോഗിച്ച് ഇടിച്ചു പൊളിച്ചു. അർദ്ധരാത്രിക്ക് ശേഷം ബുൾഡോസർ ഉപയോഗിച്ചാണ് തകർത്തത്. ആലപ്പുഴയിലെ അഖിലിനെ ഗുണ്ടാ സംഘം കൊന്നതും കഴിഞ്ഞ ദിവസമാണ്. കൊച്ചി തൃക്കാക്കരയിൽ യുവാക്കളുടെ 3 അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചു. പെരുമ്പാവൂരിൽ കഞ്ചാവ് കച്ചവടക്കാരെന്ന് ആരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി 6 കോൺഗ്രസുകാർ 3 യുവാക്കളുടെ തല മൊട്ടയടിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ തൂഫാൻ വാരിയേഴ്സ് ആണെന്ന മറവിൽ കോൺഗ്രസ് നേതാവും വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവുമായ ഷെരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. തിരുവനന്തപുരത്ത് ഞായറാഴ്ച പട്ടാപകലാണ് RSS ക്രിമിനൽ സംഘങ്ങളുടെ ചേരിപ്പോരിൽ യുവാവ് കൊല്ലപ്പെട്ടത്. തന്റെ മകന് വധഭീഷണിയുണ്ടെന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ അമ്മ പരാതി നൽകിയിട്ട് പോലും യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഒടുവിൽ അമ്മയ്ക്ക് ആ മകനെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ തലസ്ഥാനത്ത് RSS നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ സ്വൈര്യ ജീവിതത്തിന് വെല്ലുവിളിയാവുകയാണ്. കൊച്ചിയുടെ നഗരമധ്യത്തിൽ ജൂൺ 2-നാണ് ചായ കുടിക്കാനിറങ്ങിയ വിദ്യാർത്ഥിനികളെ 10 അംഗ സംഘം അതിക്രൂരമായി വളഞ്ഞിട്ടാക്രമിച്ചത്. നഗരമധ്യത്തിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതും ഈ 2 മാസ കാലയളവിലാണെന്നത് ഓർക്കണം. കോൺഗ്രസ് നേതാവ് K സുധാകരൻ MP കൊച്ചിയിൽ വിളിച്ച ഗുണ്ടകളുടെ തൂഫാൻ യോഗവും UDF സർക്കാരിന് കീഴിലെ ക്രമസമാധാന നിലയുടെ ഭാഗമാണ്.
പോത്തൻകോട്, ചിറ്റാറ്റുമുക്ക്, ഐരൂപ്പാറ എന്നിവിടങ്ങളിലും ഗുണ്ടാക്രമണമുണ്ടായി. ഒരു വശത്ത് തൂഫാൻ എന്ന പേരിൽ ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ അതിനിടയിൽ നടക്കുന്ന അതിക്രമങ്ങളും കൊലപാതകങ്ങളും മനഃപൂർവ്വം മറച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. സ്ത്രീകൾ, കുട്ടികൾ എന്ന യാതൊരു വ്യത്യാസവുമില്ലാതെ പോലീസ് അതിക്രമങ്ങൾ നടത്തുന്നു. ഇതിനിടയിൽ മറ്റൊന്നുകൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ഈ കലാപങ്ങളിൽ നിന്നും കരകയറി വരികയായിരുന്നു. അന്ന് സംസ്ഥാനത്തെ ക്രമസമാധാന നില നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞുപിടിച്ച് UDF സർക്കാർ സ്ഥലം മാറ്റുകയാണ്. അതോടെ വീണ്ടും നാം ആ ഇരുണ്ട കാലത്തിലേക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് എത്തിപ്പെട്ടു. ഭീതിപ്പെടുത്തുന്ന പോലീസ് എന്ന് കേൾക്കുമ്പോൾ ഭയത്തോടെ കാണുന്ന ഇരുണ്ട കാലം. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ പാടെ തകിടം മറിക്കുന്ന ഭീതിയുടെ നാളുകൾ.